सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी നമോസ്തുതേ. ഇപ്പോഴത്തെ തിരുവനന്തപുരം ജില്ലയും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയും അടങ്ങുന്നതായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് മുമ്പുള്ള തിരുവിതാംകൂർ രാജ്യം. പഴയ തിരുവിതാംകൂറിലെ കുളച്ചലിന് സമീപമാണ് കടലോരത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ടക്കാട് ഗ്രാമം. മലയാളം സംസാരിക്കുന്ന ഗ്രാമീണരുടെ സാന്നിധ്യം ഈ പ്രദേശം ഇപ്പോഴും കേരളത്തിലാണെന്ന് തോന്നലുളവാക്കും. പരമ്പരാഗത കേരളം എന്ന് വ്യവഹരിക്കപ്പെടുന്ന കന്നേറ്റി മുതൽ പുതുപട്ടണം വരെയുള്ള ഭൂപ്രദേശത്തിന്റെ തെക്കേ അതിർത്തിയായിരുന്നു ഇത്. സാംസ്കാരികമായും സാമൂഹികമായും തമിഴകത്തോട് സമരസപ്പെട്ട് കിടക്കുന്നതാണ് ഈ നാട്. മതം, ജാതി തുടങ്ങിയവയെക്കുറിച്ചുള്ള പഴയ ധാരണകൾ നിലനിന്നിരുന്ന നാട്ടറിവുകൾ, വിശേഷിച്ചും സാമൂഹിക ശാസ്ത്ര പ്രാധാന്യമുള്ള വിജ്ഞാന ശകലങ്ങൾ എന്നിവ നാടൻ പാട്ടുകളിലും നാടൻ കലകളിലും ധാരാളമായി കാണുവാൻ കഴിയും. സാമൂഹിക ഘടനയുടെ പ്രത്യേകതകളും പ്രദേശാധികാരത്തിന്റെ ശേഷിപ്പുകളുമൊക്കെ മതപരവും സാമൂഹികവുമായ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും വ്യക്തമാകും. നാടോടി ഗ്രാമീണ സംസ്കാരത്തിന്റെ തായ്വേരായാണ് അമ്മ ദൈവങ്ങളെ പലരും വിശേഷിപ്പിക്കുന്നത്. സമൃദ്ധിയുടെ ആദ്യ രൂപമായ സ്ത്രീത്വത്തിന് ദൈവികത്വം കൽപ്പിച്ച് നമ്മുടെ നാട്ടുപുരാണങ്ങളിൽ കാളി സങ്കല്പങ്ങൾ വിളയാടി. ദുർഗ, കാർത്തിയായനി, ഭദ്രകാളി, തായ്പരദേവത എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന പോറ്റമ്മയുടെ പെരുമ എല്ലാ നാടോടി കലകളിലും നാം കൊണ്ടാടി. കാളി ആരാധന നമ്മുടെ നാടൻ കലകളുടെ ചൈതന്യ സങ്കല്പമായി. വനങ്ങളും ഇടക്കാടുകളും കണ്ടൽ വനങ്ങളും നിറഞ്ഞ കാവുകളുടെ സാന്നിധ്യം പ്രാചീന സംസ്കാരത്തിന്റെ സവിശേഷതയാണ്. തറവാടിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന കാവുകൾ പ്രകൃതിയുടെ ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. പല ദേവതകളെയും കാവുകളിൽ നാം കുടിയിരുത്തി. യക്ഷി പാലയിലും, കാണിച്ചാൻ തെയ്യം കാഞ്ഞിരമരത്തിലും, ഗുളികൻ ചെമ്പകത്തിലും, കാളിമാതാവ് ആര്യവേപ്പിലും കൂടുകെട്ടിയെന്നാണ് വിശ്വാസം. അങ്ങനെ നാട്ടുവൃക്ഷ ചുവടുകൾ നാടോടി ദേവതകളുടെ ഇരിപ്പിടങ്ങളായി. ഇത്തരത്തിൽ പ്രകൃതി മാതാവിന്റെ വിവിധ ആവിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മണ്ടക്കാട്ട് അമ്മൻ സങ്കല്പം. തിരുവനന്തപുരത്ത് നിന്ന് 70 കിലോമീറ്ററോളം തെക്കുമാറി കന്യാകുമാരി ദേശീയപാതയിലൂടെ സഞ്ചരിച്ചാൽ കുളച്ചലിനടുത്തുള്ള ചരിത്രപ്രസിദ്ധമായ മണ്ടക്കാട്ട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്താം. നാഗർകോവിലിൽ നിന്നും 23 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്നും 100 കിലോമീറ്ററുമാണ് മണ്ടക്കാട്ടേക്കുള്ള ദൂരം. നാഗർകോവിൽ കുളച്ചൽ ചെന്നൈ സംസ്ഥാന പാതയ്ക്ക് സമീപത്തായി കടലിനോട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന മണ്ടക്കാട്ട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെ അമ്മൻ കൊട മഹോത്സവം പ്രസിദ്ധമാണ്. മണ്ടക്കാടിന്റെ ഖ്യാതി ദേശവിദേശങ്ങളിൽ എത്തിച്ചത് മണ്ടക്കാട്ട് ഭഗവതിയും മണ്ടക്കാട്ട് പ്രസിദ്ധമായ കൊട മഹോത്സവമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പോലെ ഈ ക്ഷേത്രവും സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇരുമുടിക്കെട്ടിനുള്ളിൽ നേർച്ചദ്രവ്യങ്ങളും നിറച്ച് സ്ത്രീകൾ അമ്മേ ശരണം, ദേവീ ശരണം എന്ന വിളിയോടെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം. ആയിരം വർഷങ്ങൾക്കപ്പുറം എഴുതി വയ്ക്കപ്പെടാത്ത ചരിത്രം മാത്രമല്ല മണ്ടക്കാട്ട് ഭഗവതി അമ്മൻ ദേവീസ്ഥാനത്തിന്റെ പ്രത്യേകത. ഭാഷകൾ ശുദ്ധീകരിക്കപ്പെടുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ അതിർവരമ്പുകൾ ഉണ്ടാകുന്നതിനും മുമ്പ് തന്നെ ഭക്തരുടെ അഭയകേന്ദ്രമായി തീർന്നതും ഇവിടുത്തെ മഹാത്മ്യമായി പറയാവുന്നതാണ്. പരശുരാമ പ്രതിഷ്ഠയാണെന്നും അല്ലെന്നും വാദങ്ങളുണ്ട്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ദേശത്തെയും പരശുരാമൻ സമുദ്രതീരത്തായി സ്ഥാപിച്ച 108 ദുർഗാലയങ്ങളെയും
കേരള മഹാത്മ്യം കൃതിയിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അജ്ഞാതനായ രചയിതാവിന്റെ ഈ കൃതിയിൽ മണ്ടക്കാട്ട് പ്രതിഷ്ഠയെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: സമുദ്രതീരത്തിലൂടെ പരശുരാമ പ്രതിഷ്ഠകൾ സന്ദർശിക്കണമെന്ന ആഗ്രഹത്തോടെ സഞ്ചരിച്ച ഒരു ബ്രാഹ്മണൻ പിന്നീട് സൃഷ്ടിക്കപ്പെട്ട മണ്ടക്കാട് ക്ഷേത്രത്തെപ്പറ്റിയും അന്വേഷിച്ച് അവിടെ എത്തി. ഇതിൽ നിന്നും പരശുരാമ പ്രതിഷ്ഠയിൽ പെടുന്നതല്ല മണ്ടക്കാട്ട് അമ്മൻ ക്ഷേത്രമെന്ന് കേരള മഹാത്മ്യം അഭിപ്രായപ്പെടുന്നു. കേരളത്തിന്റെ തെക്കുള്ള ഈ സ്ഥലത്ത് ദേശാന്തര യാത്രക്കിടയിൽ എത്തിച്ചേർന്ന ഒരു സന്യാസി മേരു എന്നറിയപ്പെടുന്ന ശ്രീചക്ര പ്രതിഷ്ഠ നടത്തി ഉപാസിച്ചിരുന്നു അത്രേ. വിശ്രമകാലത്തിനു ശേഷം ദേശാടനം തുടരാൻ തീരുമാനിച്ച് തയ്യാറായ സന്യാസിയുടെ ജ്ഞാനദൃഷ്ടിയിൽ ദേവി പ്രത്യക്ഷയായി. അവിടെ തന്നെ കുടികൊള്ളാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ദേവി തനിക്ക് കാവലായി താപസനെയും ക്ഷണിച്ചു. ശ്രീചക്രത്തെ മണ്ണിനടിയിലാക്കി ദേവിയെ പ്രാർത്ഥിച്ച് കാലം കഴിച്ച് അവിടെ തന്നെ സന്യാസി സമാധിയായി. ഈ സന്യാസി ശങ്കരാചാര്യരായിരുന്നു എന്നും ഒരഭിപ്രായമുണ്ട്. ക്രമേണ 5 മുഖങ്ങളുള്ള ഒരു മൺപുറ്റ് അവിടെ ഉയർന്നു വന്നു. 1741 തിരുവിതാംകൂറും ഡച്ചുകാരും തമ്മിൽ നടന്ന കുളച്ചൽ യുദ്ധത്തെ തുടർന്ന് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ചു സൈന്യത്തെ തോൽപ്പിച്ചതും ബിലനോയിയെ തടവുകാരനായി പിടിച്ചതിനുമെല്ലാം ചരിത്ര സാക്ഷിയായിരുന്നു ഈ പ്രദേശം. അന്ന് ചെറു തുറമുഖമായിരുന്ന കുളച്ചലിനോട് ചേർന്ന് കണ്ടൽക്കാടുകളും ചതുപ്പ് നിലങ്ങളും ഉൾപ്പെട്ട ഈ പ്രദേശം കൊന്നക്കോട്ട് കാരണവർ എന്നറിയപ്പെട്ടിരുന്ന നായർ പ്രഭുവിൻ്റെതായിരുന്നു. മണ്ടയ്ക്കാട് അന്ന് മന്തേക്കാടായിരുന്നു എന്നും പറയുന്നു. ആടുകൾ മേഞ്ഞിരുന്ന സ്ഥലമെന്ന അർത്ഥത്തിലാണ് ഈ പ്രയോഗം. ഒരു നാൾ ആടുകളെ മേച്ചു നടന്ന ബാലന്മാർ പനങ്ങ കൊണ്ടുള്ള പന്തുകളിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഊക്കോടെ വന്ന പനങ്ങ ഈ മൺപുറ്റിന്മേൽ പതിച്ചപ്പോൾ അടർന്നു വീണ മണ്ണിനൊപ്പം നിലയ്ക്കാത്ത രക്തപ്രവാഹവും ഉണ്ടായി. മുതിർന്നവരും കൊന്നക്കോട്ട് നാട്ടുപ്രമാണിയും വിവരമറിഞ്ഞെത്തിയപ്പോൾ പഞ്ചമുഖത്തോടുകൂടിയ പുറ്റ് ദിവ്യപ്രഭയാൽ ജ്വലിക്കുന്നത് പോലെ തോന്നി. ഉടൻ തന്നെ അവിടെ മാകെ ശുദ്ധമാക്കി വിളക്ക് കൊളുത്തി ചെറിയ തോതിലുള്ള പൂജകൾക്കും ആരംഭമായി. കൊന്നക്കോട്ട് കുടുംബക്ഷേത്രമായി ആരാധിച്ചു തുടങ്ങിയ അമ്പലമാണത്രേ മണ്ടക്കാട്ട് ഭഗവതി ക്ഷേത്രമായി മാറിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മൂലപ്രതിഷ്ഠയ്ക്കരികിലായി പ്രസന്ന വിനായകർ, ഭൈരവർ അഥവാ യോഗീശ്വരൻ, നാഗർ, അതിശയ കടൽ നാഗർ, അല്പം അകലെയായി ശാസ്താവ് എന്നിങ്ങനെ ഉപപ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. മണ്ടക്കാട്ട് അമ്മൻ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പ്രചാരത്തിലിരിക്കുന്ന ഐതിഹ്യം ഇതാണ്. കച്ചവടക്കാരായ 2 പേർ യാത്ര ചെയ്യുന്നതിനിടയിൽ ലക്ഷ്മീപുരം വഴി സഞ്ചരിച്ച് വനപ്രദേശമായ മണ്ടക്കാട്ട് ക്ഷേത്രത്തിന് സമീപത്തെത്തിയ പഴങ്കഥയും പ്രസിദ്ധമാണ്. അടുത്തു കണ്ട കുടിലിൽ വിശപ്പ് സഹിക്കാനാവാതെ എത്തിയ 2 പേരും വയസ്സായ ഒരമ്മയെ അവിടെ കണ്ടുവത്രേ. കടലിൽ പോയി ദേഹശുദ്ധി വരുത്തി വരാൻ അമ്മ ആവശ്യപ്പെട്ടു. ഇരുവരും തിരികെ എത്തുമ്പോഴേക്കും ചോറും കറിയും തയ്യാറാക്കി വച്ചിരുന്നു. ആഹാരം കഴിച്ചു വിശ്രമിച്ച അവർ അടുത്ത ദിവസം ഉണർന്നപ്പോൾ കണ്ടത് തങ്ങൾ പഞ്ചമുഖങ്ങളുള്ള പുറ്റിനരികെ കിടക്കുന്നതാണ്. പണത്തിന്റെ ഒരു ഭാഗം കിഴികെട്ടി സമർപ്പിച്ച് കച്ചവടക്കാർ അവിടം വിട്ടുപോയി. ഈ കച്ചവടക്കാർ കൊല്ലത്തുകാരായിരുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്പോഴും കൊല്ലത്തു നിന്ന് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നതെന്ന് കരുതപ്പെടുന്നു. ഈ സംരക്ഷണയുടെ ഓർമ്മയ്ക്കായി ഭക്തർ ഇപ്പോഴും ക്ഷേത്ര പരിസരത്ത് ആഹാരമുണ്ടാക്കി മണ്ടക്കാട്ടമ്മയെ മനസ്സിൽ ധ്യാനിച്ച് കഴിക്കുന്ന പതിവും ഇവിടത്തെ പ്രത്യേകതയാണ്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ക്ഷേത്ര ചരിത്രവും പ്രാധാന്യമുള്ളതാണ്. സ്വപ്നത്തിൽ കിട്ടിയ നിർദ്ദേശമനുസരിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ ഒരു ക്ഷേത്രം പണിതു. പുറ്റ് ക്രമേണ വളരാൻ തുടങ്ങിയതിനാൽ 2 തവണ അമ്പലം പൊളിച്ചു പണിയേണ്ടതായി വന്നുവത്രേ. പിന്നെ പ്രാർത്ഥനാഫലമായി ഓരോ വർഷവും 1 നെന്മണി വലുപ്പത്തിലായി വളർച്ച കുറഞ്ഞുവെന്നും പറയപ്പെടുന്നു. എന്നാൽ കൊന്നക്കോട്ട് നാട്ടുപ്രമാണിയുടെ സമൃദ്ധിക്ക് കാരണം ഈ ക്ഷേത്രമാണെന്നറിഞ്ഞ് വേലുത്തമ്പി ദളവ ക്ഷേത്രം മഹാരാജാവിനെ കൊണ്ട് സർക്കാരിലേക്ക് ഏറ്റെടുക്കാൻ പ്രേരണ നൽകി. അങ്ങനെ കൊല്ലവർഷം 978 മേടമാസം 10-ാം തീയതി, അതായത് 1803 ഏപ്രിൽ 4-ന് മണ്ടക്കാട്ട് ക്ഷേത്രവും വസ്തുവകകളും നീക്കിയിരിപ്പും സർക്കാരിലേക്ക് ചേർത്തുകൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചതായി മണ്ടക്കാട്ട് സ്ഥലപുരാണം എന്ന പുസ്തകം പറയുന്നു. നികുതി നൽകാൻ വിമുഖത കാട്ടിയതിനെ തുടർന്ന് ക്ഷേത്രത്തെ രാജഭരണത്തിന് കീഴിൽ കൊണ്ടുവരികയായിരുന്നുവെന്നും ഒരഭിപ്രായമുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ ദേവസ്വത്തിന് കീഴിലാണ് ഇപ്പോൾ ഈ ക്ഷേത്രം.
പ്രധാന ഉത്സവമായ മണ്ടക്കാട്ട് കൊട മണ്ടക്കാട്ട് ഗ്രാമത്തിന്റെ ഉത്സവത്തിൽ നിന്നും 2 നാടുകളുടെ ഉത്സവമായി മാറിയിട്ട് കാലങ്ങളേറെയായി. മകരമാസം പൂയം നക്ഷത്രത്തിലാണ് കുംഭമാസ ഉത്സവത്തിന്റെ കാൽനാട്ട് കർമ്മം നടക്കുന്നത്. കുംഭമാസത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് മണ്ടക്കാട്ട് കൊട. അതിനും 10 ദിവസത്തിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് കൊടിയേറുന്നത്. 6ാം ഉത്സവ ദിനമായ വെള്ളിയാഴ്ച അത്താഴ പൂജയ്ക്ക് ശേഷമാണ് വലിയ പടുക്ക എന്ന മുഖ്യ ചടങ്ങ്. ദേവിക്ക് മുമ്പിൽ നാളികേരം, വാഴപ്പഴം, തെരളി, കൽക്കണ്ടം, കരിമ്പ്, അവൽ, പൊരി, വെറ്റില, പാക്ക്, പുഷ്പങ്ങൾ, മാങ്ങ, ചക്ക, പച്ചരി, ശർക്കര, ചിങ്ങൻപഴം, കൊട്ടത്തേങ്ങ, തിനയുടെ മാവ്, പഞ്ചസാര എന്നിവ വിധിപ്രകാരം സമർപ്പിക്കുന്നതാണ് വലിയ പടുക്ക. അതുപോലെ 10ാം ദിവസം രാത്രി നടത്തുന്ന ഒടുക്ക് പൂജയാണ് മറ്റൊരു മുഖ്യ വഴിപാട്. ഒൻപത് മൺപാത്രം നിറയെ ചോറും 2 പാത്രങ്ങളിലായി തേനും നിവേദിക്കപ്പെടുന്നു. പ്രസാദത്തിന് ഒടുക്ക് ചോറ് എന്നാണ് പറയപ്പെടുന്നത്. ശിരോരോഗങ്ങൾക്ക് ശമനത്തിനായി മണ്ടയപ്പ നേർച്ചയും വസൂരി പോലുള്ള അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി മുത്തപ്പവും ദുഃഖ വിനാശത്തിനായി പൊങ്കാലയും ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങളാണ്. പ്രത്യേക വ്രതമെടുത്തിട്ടുള്ള ഭക്തന്മാരാണ് ഈ ദ്രവ്യങ്ങൾ ഘോഷയാത്രയായി അമ്പലത്തിലെത്തിക്കുന്നത്. ഒടുക്ക് പൂജ എന്ന് പറയുന്നത് അവിടുന്ന് പുതു മടപ്പളി കെട്ടി ആ പുതു മടപ്പള്ളിയിലിരുന്ന് എല്ലാ പദാർത്ഥങ്ങളും ശുദ്ധിയായിട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുത്തെ പൂജാരിമാരൊക്കെ തലയിലെടുത്ത് അത് നിശബ്ദമായിട്ട് ഈ ലക്ഷോപലക്ഷം ഭക്തന്മാരുടെ ഒരു ശബ്ദങ്ങളും നാമങ്ങളും ഇതൊക്കെ ഇരിക്കുന്നത് ആ കൃത്യ സമയം, ആ ഒടുക്ക് വരുന്ന സമയം ഒരു കുണ്ടൂസിക്ക് ഇട്ടിട്ട് ആ ശബ്ദം നിശബ്ദമായിട്ടിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ആ ഒടുക്ക് പ്രസാദം വന്ന് 12 to 1 വരെ ആ പൂജകളൊക്കെ കഴിഞ്ഞ് ആ ഒടുക്ക് പ്രസാദത്തിന് ഇവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കും. പിന്നെ അതിൻ്റെ ഒരു പവിത്രത എങ്ങനെയെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഈ ക്ഷേത്രത്തിൽ 7ാമത്തെ തലമുറയാണ്. 28 കൊല്ലം സർവീസായി. ഈ 28 കൊല്ലം സർവീസിൽ ഈ കൊച്ചു പിള്ളേർക്ക് ഈ നാക്ക്, അതായത് വർത്തമാനം വരാതെ കൊച്ചു പിള്ളേർക്ക് ഈ ഒടുക്കുചോറിന്റെ പ്രസാദം നാക്കിൽ തടവിട്ട് ആ പിള്ളേർ സംസാരിച്ചതായിട്ട് പല പിള്ളേർ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, പല എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോയിട്ട് ആ ചോറിനെ കൊണ്ടുപോയി പായിൽ ഉണക്കാനിട്ട് മരുന്നായിട്ട് കഴിക്കുന്നവരും ഇന്നുമുണ്ട്. കഴിഞ്ഞ കൊല്ലമുള്ള ഒടുക്ക് പ്രസാദം ഇന്ന് വച്ചിരിക്കുന്നവരുണ്ട്. അത് അത്ര പവിത്രതയാണ് ആ ഒടുക്ക് പ്രസാദം. ഈ മണ്ടക്കാട് ഉത്സവം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രത്തിൽ നടക്കുന്നത് പോലെ അല്ല. ഇവിടെ കളികളോ കേളിക്കുകയോ ഒന്നല്ല. ഭക്തിമാർഗമായിട്ട് ഇന്ന് ശബരിമലയിൽ എങ്ങനെ ഈ ഭക്തിമാർഗമായിട്ട് തൊഴുന്നോ ആ ഭക്തിയിൽ ഒട്ടും കുറയാതെ മാത്രമല്ല, ഇന്ന് വടക്കന്മാരെന്ന് പറയുന്ന കൊല്ലത്തുകാരാണ് കൂടുതൽ വരുന്നത്. അവര് കരഞ്ഞ് വിളിച്ചുകൊണ്ട് അമ്മയെ വിളിച്ച് അമ്മ കൂടെ പോകുന്ന ഒരു ശക്തിയാണ് ഈ അമ്മയ്ക്കിരിക്കുന്നത്. നമ്മൾ ഏത് കാര്യം പ്രാർത്ഥിച്ചാലും സന്താന ഭാഗ്യം, സ്വയംവര ഭാഗ്യം, ശത്രുസംഹാരം, പിന്നെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്ന തെറ്റുകളൊക്കെ അറിയാതെ പോയി എന്ന് പറഞ്ഞ് അമ്മയെ പ്രാർത്ഥിച്ച ഇതൊക്കെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദേവന്മാരുടെയും എല്ലാ ദേവിമാരുടെയും മൊത്ത രൂപമായിട്ട് അണ്ടശരാശരങ്ങളെയും, അതിനൊരു ചെറിയ ഞാൻ എക്സാമ്പിൾ പറയാം. എന്നുവെച്ചാൽ എല്ലാ ക്ഷേത്രത്തിലും പ്രതിഷ്ഠയാണ്. ഈ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ അല്ല. ആ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അടിയിലിരിക്കുന്ന ഒരു മേരുവാണ്, അതായത് ശ്രീചക്രം. ആദിശങ്കരർ മൂകാംബിയിൽ കണ്ടെടുത്ത ശ്രീചക്രമാണ്. ആ 40 മുക്കോണത്തിലിരിക്കുന്ന ശ്രീ രാജരാജേശ്വരിയെ പ്രതിഷ്ഠിച്ച് അതിൽ മണ്ണിട്ട് മൂടി അതിൽ നിന്ന് വളർന്നുകൊണ്ട് ഒരു 72 അടിക്ക് മുകളിൽ വളർന്നിട്ടുണ്ട്. ആ 72 അടി ഇന്നും വർഷത്തിൽ ഒരു നെല്ലട വളരാറുണ്ട്. ഇത് വന്ന് മന്ത്രബിംബമോ യന്ത്രബിംബമോ അല്ല, അത് ഭക്തിബിംബം. വൃശ്ചികമാസം 1 മുതൽ 15 വരെ ക്ഷേത്രം വകയായുള്ള വഴിപാടുകളും ഇവിടെ പ്രാധാന്യത്തോടെ നടത്തുന്നു. അമ്മേ ശരണം, ദേവി ശരണം.
ഈ അമ്മയുടെ കുംഭമാസ ഉത്സവം എന്ന് പറയുന്നത് ആണ്ടൊന്ന് നടക്കുന്ന എല്ലാ കൊല്ലവും നടക്കുന്ന ഉത്സവമാണ്. ഈ ഉത്സവത്തിൻ്റെ വലിയൊരു മഹാത്മ്യം എന്തെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 2-ാം തീയതി, അതായത് 2/3/2014 ഞായറാഴ്ച അന്ന് അമ്മയ്ക്ക് ഉത്സവം തുടങ്ങി. ആ ഉത്സവത്തിന് തിരുക്കൊടിയേറ്റ് എന്ന് പറയുന്ന കൊടിയേറ്റ്, ആ കൊടിയേറ്റ് മുതൽ ഇന്ന് ഈ 10ാം ഉത്സവം വെടുക്ക് പൂജയില് അന്ന് വലിയ വെടുക്ക് പൂജ 6ാം ഉത്സവത്തിന് കഴിഞ്ഞു. അതിനുശേഷം വെടുക്ക് പൂജ, ഈ 3 ഫംഗ്ഷനും വലിയ ഫംഗ്ഷനാണ്. എന്നാൽ ഈ വലിയ വെടുക്ക് എന്ന് പറയണമെന്ന് വെച്ചാൽ ആണ്ടൊന്നിന് 3 പ്രാവശ്യം വരികയാണ്. വൃശ്ചിക മാസം ഒടുവിലത്തെ വെള്ളിയാഴ്ച വരണ ഒരു വലിയ വെടുക്ക് മഹാപൂജ. അതിനുശേഷം മണ്ടക്കാട് കുംഭമാസ ഉത്സവത്തിൽ വരണ വെള്ളിയാഴ്ച 6ാം ഉത്സവം. അതിനുശേഷം അമ്മയുടെ പിറന്ന നാളായ ജന്മനക്ഷത്രമായ ഭരണി നക്ഷത്രം, അതായത് മീനഭരണിയിലന്ന് ആ നടക്കുന്ന വലിയ വെടുക്ക് മഹാപൂജയാണ്. അന്ന് ആഴ്ച അല്ല. അത് പോയിട്ട് ഈ ക്ഷേത്രത്തിൽ വലിയൊരു പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, എല്ലാ ക്ഷേത്രത്തിലും കൊടിയേറുന്നത് മുതൽ ഉത്സവം വരെ എല്ലാം നക്ഷത്ര കണക്കാണ്. ഈ അമ്മയ്ക്ക് ആ നക്ഷത്ര കണക്കല്ല. കുംഭമാസം ഒടുവിലത്തെ ചൊവ്വാഴ്ച വരണം അന്ന് അമ്മയ്ക്ക് ആ 10 ദിവസം കണക്കാക്കി ഞായറാഴ്ച കൊടിയേറി 10ാം ഉത്സവം ചൊവ്വാഴ്ച കുംഭമാസം ഒടുവിൽ തീരുകയാണ്. ലക്ഷ്മിയായും സരസ്വതിയായും കാളിയായും പാർവതിയായും ത്രിപുരസുന്ദരിയായും സങ്കല്പിച്ച് പൂജിച്ചു കൊള്ളാനുള്ള ഭഗവതിയുടെ സമ്മതം വരദാനമായി തന്നെ ഭക്തർ ഉൾക്കൊള്ളുന്നു. അമ്മയുടെ മഹാകാളിയായിട്ട് രൂപമായിട്ട് അവളെ ജ്വലിക്കുകയാണ്. അവള് കാലത്ത് ലക്ഷ്മിയായിട്ടും, ഉച്ചയ്ക്ക് സരസ്വതിയായിട്ടും, വൈകുന്നേരം രാധയായിട്ടും, രാത്രി ദുർഗയായിട്ടും, അർത്ഥജാമത്തിൽ ഭദ്രകാളിയായിട്ടും മനസ്സിലുള്ള ശത്രുക്കളെയെല്ലാം, അതായത് ശത്രു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാക്കും നമ്മുടെ മനസ്സുമാണ്. അത് മറ്റുള്ളവരല്ല ശത്രു. അതിലേക്ക് സംഹാരിക്കാനാണ് ഈ മഹാബലിക്ക് വെടുക്ക് പൂജയിൽ അമ്മ ഉത്സാഹത്തോട് ഈ തൊഴുന്നാ വരുന്ന ഈ ഡിവോട്ടീസിലൂടെ ഭക്തന്മാരുടെ മനസ്സിലിരിക്കുന്ന കാമക്രോധത്തെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സംഹാരം ചെയ്യാണ് അന്ന്. അത് ആ മഹാബലി വെടുക്ക് പൂജ അത് രാത്രി 12 തൊട്ട് 1 മണിക്കകമാണ്. ആ മഹാബലി വെടുക്ക് പൂജ ഇരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലും പച്ചരി നൈവേദ്യം കഴിക്കുന്ന പാടില്ല. പക്ഷെ ഇവിടെ പച്ചരി നൈവേദ്യമുണ്ട്. പച്ചരിയും ശർക്കരയും ചിങ്ങമ്പഴവും തെരളിയും തേനും തിനയും വറയും മലരും പിന്നെ കൊട്ടത്തേങ്ങ, കുരുപ്പത്തേങ്ങ, അതായത് ഇതുപോലുള്ള കംപ്ലീറ്റ് ആയിട്ട് ഈ ഉത്സവ അമ്മ ദേവി ഇരിക്കുന്ന ഈ വെള്ളിപ്പല്ലക്കിൽ പ്രതിഷ്ഠ വരുന്ന അമ്മ ഇരിക്കുന്ന സ്ഥലത്തിലാണ് ഈ പടുക്ക വയ്ക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലും ആ പ്രതിമ, അതായത് ഉത്സവമൂർത്തി എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ സൈഡിലാണ് ഇരിക്കും. മണ്ടക്കാട് ക്ഷേത്രം അങ്ങനല്ല. ആ ദേവി പുറ്റായിട്ടും ഒരു ബ്രഹ്മസ്വരൂപിയായിട്ട്, അതായത് സൂക്ഷ്മമായിട്ട് വാന്യവടിവായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് രൂപമില്ലാത്തത് കൊണ്ടാണ് ഈ അങ്കിയും ഉത്സവമൂർത്തി ഇരിക്കുന്നത്. അതുകൊണ്ട് ആ മൂലസ്ഥാനത്തിൽ 3 വിഗ്രഹം വെച്ചിരിക്കുകയാണ്. അതിന്റെ ഭാവം ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ദുർഗയായിട്ടും. മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മൃഗബലി നിലനിന്നിരുന്നതായി ചരിത്രം പറയുന്നു. 7 ദിവസമാകാത്ത ആട്ടിൻകുഞ്ഞിനെ ബലിയായി നൽകിയിരുന്ന ആചാരത്തെ നിർത്തൽ ചെയ്തത് റാണി സേതുലക്ഷ്മി ഭായിയാണ്. ഇപ്പോൾ വെട്ടുകുരുതി എന്ന ആചാരത്തിന് കുമ്പളങ്ങിയാണ് പകരമായി ഉപയോഗിക്കുന്നത്. അതുപോലെ പണ്ട് മണ്ടക്കാട്ടുണ്ടായിരുന്ന മദ്യനിവേദ്യത്തിന് പകരമായി ഇപ്പോൾ തേൻ നിവേദ്യമാണ് ശ്രദ്ധേയമായ മറ്റൊരു വഴിപാട്. 11/3/2014 നടക്കുന്ന ഈ ഒടുക്കുപൂജ എന്ന് പറയുന്നത് രാത്രി 12 മുതൽ 1 മണി വരെ. അന്നത്തെ കാലത്തിൽ ഇവിടെ എന്ന് വെച്ചാൽ മാംസ മത്സ്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അത് അമ്മയുടെ ഈ സേതുലക്ഷ്മി മഹാരാണി അമ്മയുടെ കാലം തൊട്ട് അതൊക്കെ മാറ്റി ആരൂഢങ്ങളൊക്കെ നോക്കി അമ്മയ്ക്കത് പാടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി വച്ചിട്ട് ചെറുതായിട്ടൊരു കുരുതി കലക്കി കേരള കൾച്ചറായിട്ട് ഇന്ന് ഈ തമിഴ്നാടായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പൂജാകർമ്മങ്ങളും എല്ലാം ഇവിടുത്തെ കേരളത്തിൻ്റെ ഒരു പൂജാകർമ്മങ്ങളാണ്. അസുഖങ്ങളെയും പ്രകൃതിക്ഷോഭത്തെയും ശത്രുവായി കണ്ടുള്ള ശത്രുദോഷ നിവാരണം, വിദ്യാവിജയം, ഐശ്വര്യലബ്ധി എല്ലാം തന്നെ
വ്യത്യസ്ത ഭാവങ്ങളിൽ ക്ഷേമം ചൊരിയുന്ന മണ്ടക്കാട്ടമ്മ സാധ്യമാക്കി തരുന്നതിന്റെ കാരണവും ഇതുതന്നെയാണ്. നിത്യേന ക്ഷേത്രത്തിൽ പൊങ്കാല വഴിപാടുണ്ടെന്നതും ഇവിടുത്തെ സവിശേഷതയാകുന്നു. അമ്മ ദൈവത്തിന്റെ വിവിധങ്ങളായ ഭാവങ്ങൾ സമന്വയിപ്പിച്ചിരിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ മണ്ടക്കാട്ട് അമ്മൻ കോവിൽ കലിയുഗത്തിലെ അഭയകേന്ദ്രമായി കരുതപ്പെടുന്നു. കടൽക്കരയ്ക്കടുത്തായുള്ള മണ്ടക്കാട്ട് ക്ഷേത്രത്തെ സുനാമി ദുരന്തം പോലും ബാധിച്ചില്ല എന്നതും കൗതുകം ജനിപ്പിക്കുന്ന വസ്തുതയാണ്. ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് ആക്രമിച്ചു കയറിയ കടൽ ഈ ക്ഷേത്രത്തെയും പരിസരത്തെയും സ്പർശിച്ചതേയില്ല എന്ന് നാട്ടുകാർ ഓർമ്മിക്കുന്നു. നട തുറന്നതിനു ശേഷം 5 മണിക്കുള്ള പ്രഭാത പൂജയോടെയാണ് ക്ഷേത്രത്തിലെ ഒരു ദിവസം ആരംഭിക്കുന്നത്. രാത്രി 8:30യോടെ സാധാരണ പൂജകൾ അവസാനിക്കുന്നു. അസുഖങ്ങളിൽ നിന്നും മോചനം നൽകിയും സംസാരശേഷി സമ്മാനിച്ചും ദാരിദ്ര്യം മാറ്റിയും മണ്ടക്കാട്ടമ്മ അനുഗ്രഹിക്കുന്നതായി ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അമ്മ നടത്തി തരുന്നുണ്ട്. നമുക്ക് വിശ്വാസമാണ്. ഒരു വർഷത്തിലൊരു ദിവസം വന്ന് അവരെ കാണുന്നതിനും അവരുടെ മുമ്പ് വന്ന് കൈയെടുക്കുന്നതിനും നമുക്ക് ഭയങ്കര വിശ്വാസമാണ്. അമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. എൻ്റെ സങ്കടങ്ങളെല്ലാം തീർത്തു വരുന്നുണ്ട് അമ്മ. പല പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ ഇവിടെ ഞാൻ അമ്മയും അച്ഛനും കൊണ്ടുവന്നിട്ടുള്ള അറിവുള്ളായിരുന്നു. പിന്നെ എനിക്ക് അറിവായ കാലം മുതലേ വരാൻ ഒക്കുന്ന സമയങ്ങളെല്ലാം എൻ്റെ തമ്പുരാട്ടിയുടെ മുമ്പിൽ ഞാൻ വരുന്നുണ്ട്. എൻ്റെ ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം കേട്ട് അവിടെ അത്രയും എൻ്റെ അമ്മ എന്നെ സഹായിക്കുന്നുണ്ട്. ജോലി ചെയ്ത് നാഴേരിയുടെ വകയെങ്കിലും കൊണ്ടുവന്ന് എനിക്ക് അനത്താനും എൻ്റെ മക്കളെ മുമ്പിൽ പോകാനും എല്ലാം അമ്മ സഹായിക്കുന്നുണ്ട്. മക്കൾക്കെല്ലാം അസുഖങ്ങൾ വരുമ്പോൾ എല്ലാം ഞാൻ ഈ അമ്മയെ വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാം എൻ്റെ അമ്മ വിളി കേൾക്കുന്നുണ്ട്. ഇന്ന് വരെ അങ്ങനെ അമ്മയുടെ സഹായം കൊണ്ടാണ് എൻ്റെ കൊച്ചുമക്കളും ഞങ്ങളും എല്ലാം ജീവിക്കുന്നത്. ഒരു കിടപ്പാടം ഇല്ലാതെ ഇരുന്ന് എനിക്ക് അമ്മയൊക്കെ എനിക്കൊരു കിടപ്പാടം എനിക്ക് തന്നു. എനിക്ക് ഒരു വഴി എനിക്ക് അമ്മ കാണിച്ചതെന്ന് ഞാൻ ഇന്നും അമ്മയുടെ നാമം തന്നെ എനിക്ക് അമ്മ തരുന്ന സഹായങ്ങളെല്ലാം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അത് പൊങ്കാലയിടുന്നു, വിളിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റുന്നു. അമ്മയുടെ കരുണാകാരണത്താൽ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് വരണമെന്നുള്ള ആഗ്രഹവും താല്പര്യവുമാണ്. സന്താനലബ്ധിക്കും അംഗവൈകല്യം നീങ്ങാനും മാംഗല്യമുണ്ടാകാനും മണ്ടക്കാട്ടമ്മയ്ക്ക് വിവിധ വഴിപാടുകൾ നടത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നതായി ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നു. ദോഷങ്ങൾ അകറ്റാനും കണ്ണീരില്ലാതാക്കാനും വെടിവഴിപാട് ഇവിടെ പ്രധാനമാണ്. ഇപ്പോഴും കൊന്നക്കോട്ട് കുടുംബത്തിന്റെ പരദേവതയായ മണ്ടക്കാട്ടമ്മ ഇന്ന് ലക്ഷോപലക്ഷം ഭക്തരുടെ വരദായിനിയായ അമ്മയായി തീർന്നിരിക്കുന്നു. പുരാതന കാലം മുതൽ വ്യത്യസ്ത ജാതിക്കാരുടെ ഒത്തൊരുമയിലാണ് ക്ഷേത്രം അഭിവൃദ്ധിപ്പെട്ടതെന്നും അതിനാൽ സമുദായ മൈത്രിയുടെ പ്രതീകമാണ് മണ്ടക്കാട്ടമ്മയെന്നും നാട്ടുകാർ വിശ്വസിക്കുന്നു. ഒരു പിടി മണ്ണിനും ചില്ലിക്കാശിനും വേണ്ടി കടിപിടി കൂടുന്ന ആധുനിക സമൂഹത്തിനു മുമ്പിൽ ഭക്തിയുടെ അടിസ്ഥാനമായ വിനയത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്തമ മാതൃകയാവുകയാണ് മണ്ടക്കാട്ട് അമ്മൻ ക്ഷേത്രം. അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്ന ഭക്തിയുടെ ഒരിക്കലും വറ്റാത്ത ഉറവ മാത്രമല്ല, വർണ്ണവർഗ അവസ്ഥ വ്യത്യാസങ്ങളില്ലാത്ത ഒരുമയുടെയും സമാധാനത്തിന്റെയും ഉത്തമ മാതൃകയും കൂടിയാണ് മണ്ടക്കാട്ട് അമ്മൻ ക്ഷേത്രം.